ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത പടി എന്താണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന എനർജി എന്തൊക്കെയോ സെലിബ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയോ സെലിബ്രേഷൻസ്. അതിപ്പോൾ എന്തെങ്കിലും മംഗളകർമ്മങ്ങളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉള്ള ഒരു ഉത്സവ പരിപാടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പെരുന്നാള്, കണ്ണിന് ഇമ്പമാർന്ന പരിപാടികൾ, വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന പരിപാടികൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു. നിങ്ങൾക്കത് മനസ്സിനും ശരീരത്തിനും ഒരു കേൾവിക്ക് വരെ ഇമ്പം നൽകുന്നു. കുറച്ച് വർണ്ണക്കാഴ്ചകൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്ന എനർജി, സെലിബ്രേഷൻ. നിങ്ങൾക്കത് മനസ്സിനൊരു കുളിർമ, ശരീരത്തിനൊരു കുളിർമ, കണ്ണിനും ചെവിക്കും ഒരു ഇമ്പം, മൊത്തത്തിലൊരു ഇമ്പം നൽകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു. നിങ്ങളത് ആസ്വദിക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ഇമ്പം, മൊത്തത്തിൽ നല്ല കാര്യങ്ങൾ, ഒരു സമാധാനത്തിൻ്റെ ഒരു കാര്യം, ഒരു എന്താ പറയുക, പല കാര്യങ്ങൾക്കും ഒരു മനസ്സിന് മുറിവുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇടവേള, അത് മറികടന്ന് നിങ്ങൾ പലതും ആസ്വദിക്കാനായിട്ട് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കാൻ, അതായത് ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കാം. ചെറിയ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട സംതിങ്, എന്തോ പരിപാടികൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തോ എന്താ പറയാ, എനിക്ക് അന്ന് അത് വേണമായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല, ഞാൻ തേടി നടക്കുമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. മനസ്സിലായോ? അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, ഈ തർക്കത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യത്തിലും മാക്സിമം പോവാതിരിക്കുക. തർക്കത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പം മറ്റുള്ളവർ തമ്മിൽ തർക്കം ഇടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോവാതിരിക്കുക, അതിൻ്റെ ഉള്ളിലോട്ട് പോവാതിരിക്കുക. കാരണം നിങ്ങൾ ആ ഒരു കാര്യത്തിലില്ല, മറ്റുള്ളവർ തമ്മിലാണ് തർക്കം എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തർക്കത്തിൻ്റെതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കിരീടവും നിങ്ങൾക്ക് അങ്ങോട്ട് ചാർത്തി കിട്ടും. അല്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം നടത്തിയത് നിങ്ങളാണ് എന്നുള്ള ഒരു പട്ടവും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തർക്കം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, വഴിമാറിപ്പോവുക, വേറെ രീതിയിൽ എവിടെയെങ്കിലും സൈഡിൽ കൂടിയെങ്കിലും പോയി കളയുക. തർക്കത്തിന്റെ ഒരു ഇതിൽ കയറിക്കഴിഞ്ഞാൽ ഉള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറെ മനക്കരുത്ത് അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ ഇടക്കിടക്ക് വെക്കാറുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെയായിരിക്കണം, ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയായിരിക്കണം, ഇനി നിങ്ങൾ സ്വയം എങ്ങനെയായിരിക്കണം, ഇനി അങ്ങനെയൊക്കെ സംതിങ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് മനസ്സിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു തർക്കത്തിന്റെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ അത്രയും നാളുണ്ടായിരുന്ന പരിപാടികളൊക്കെ നിങ്ങളെ തന്നെ കൈവിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തർക്കത്തിന്റെ ഇടപാടിൽ ഒന്ന്
ഒഴിഞ്ഞു പോവുക, മധ്യസ്ഥത വഹിക്കാൻ പോവല് മറ്റുള്ളവരുടെ കാര്യത്തിൽ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തർക്ക കാര്യങ്ങളിലോട്ടൊക്കെ ഇടപെടുന്നത്. കാരണം അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർക്ക് കുഴപ്പമില്ല, മറ്റുള്ളവർ വാദി പ്രതിയാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ വള്ളിക്കെട്ട് പരിപാടികളിലോട്ടൊന്നും പോവാതിരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ സെലിബ്രേഷനിൽ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള യാത്രകൾ സഞ്ചരിക്കാൻ പോകുന്നുണ്ടാവും, എന്തെങ്കിലും പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ചില സമയത്ത് നിങ്ങളിപ്പോ ഒരു ആൾക്കൂട്ടത്തിലാണെന്നുണ്ടെങ്കിലും, ഒരു 10,000 പേര് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും, ഒരു 1,00,000 പേര് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും, നിങ്ങൾ എവിടേക്കോ ഇങ്ങനെ മനസ്സും ശരീരവും ഉടക്കി സ്വന്തമായിട്ട് വെക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഒരു പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ നിങ്ങളെ ആസ്വദിക്കാൻ അനുവദിക്കുന്നില്ല. അത് നിങ്ങൾ മാറ്റുക. നമ്മൾ ആസ്വാദനങ്ങൾ വരുമ്പോൾ ആസ്വദിക്കുക, സമാധാനവും സന്തോഷങ്ങൾ വരുമ്പോൾ കൈനീട്ടി സ്വീകരിക്കുക. മനസ്സിലായോ? കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ അതിനെ അനുവദിക്കാതിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ അയ്യോ, നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മളുടെ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്ന ചില വിഡ്ഢിത്തപരമായിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്. എന്താണ്? അയ്യോ ഇന്ന് കുറെ ആസ്വദിച്ചു, അപ്പൊ നാളെ പണി കിട്ടുമോ? അങ്ങനെയൊന്നുമില്ല. അയ്യോ ഇന്ന് കുറെ ചിരിച്ചു, അപ്പൊ നാളെ എന്തെങ്കിലും പണി വരുമോ? അങ്ങനെയൊന്നുമില്ല. ചിരിക്കേണ്ട സമയത്ത് പൂർണ്ണമായിട്ടും ചിരിക്കുക. അല്ലാതെ അങ്ങനെ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ തടഞ്ഞു വെക്കുന്നു. ആസ്വാദനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികളിൽ നിന്നോ പൂർണ്ണമായിട്ടും ഒരു ഇമ്പം ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ആസ്വാദനത്തിന്റെ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു കാര്യം, നിങ്ങൾ ആള് അവിടെ ഉണ്ടെങ്കിലും മൈൻഡ് പ്രസന്റ് ആകാതിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അതൊന്ന് മാറ്റുക. കാരണം ഒതുങ്ങിക്കൂടി ഇങ്ങനെ ഒരു മൂലക്ക് ഇട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്, മരവിച്ചൊരവസ്ഥ വരും. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റുക. കാരണം അതൊക്കെ മാറ്റേണ്ട ഒരു സമയമായി. കാരണം ജീവിതത്തിന് ഒരു പുതിയ കാര്യങ്ങൾ, പുതിയ എനർജീസ്, പുതിയതായിട്ടുള്ള ഒരു തുടക്കം, പുതിയ സന്തോഷം, സമാധാനം, അങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ വരുവാണ്. ആ ഒരു മരവിച്ച അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ അപ്പൊ ബാക്കിയെല്ലാം പതിയെ വന്നോളും. ഒക്കെ നമുക്ക് നോക്കാം. മരവിച്ച ഒരു അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ട്, അത് മാറിക്കോളും. അതിന് മാറ്റാൻ നിങ്ങളും കൂടി ഒന്ന് അനുവദിക്കുക. ഓക്കെ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളത്തെ നിങ്ങളുടെ ലൈഫിൻ്റെതായിട്ടുള്ള പല എക്സ്പീരിയൻസ് മൂലവും, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാള് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ മൂലവും നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുവാണ്. ഒരു ക്ലാരിറ്റി. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ, നിങ്ങളെ കാർന്ന് തിന്നോണ്ടിരുന്ന ഏതോ സംതിങ്, ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം, അവരെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. ഈ വ്യക്തിയുടെ രൂപം ഇതാണ്. ശത്രു സാന്നിധ്യം, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ കുറെ നാൾ വിചാരിച്ചിരുന്നത് നിങ്ങളുടെ മിത്രം, ഇത് മിത്രമായിരുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മിത്രമായിരുന്നു, ആ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ടും ഉള്ള ആര് മിത്രം, ആര് യഥാർത്ഥത്തിൽ ശത്രു എന്ന് നിങ്ങൾക്ക് ഒരു തുറവി വരുവാണ്. ഇതായിരുന്നു അപ്പോ കാര്യങ്ങൾ. യഥാർത്ഥപരമായിട്ട് ഇന്നതുപോലെയൊക്കെയാണ് നടക്കുന്നത്. ഒരു ക്ലാരിറ്റി വരുവാണ്. നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ ആ സിറ്റുവേഷൻ ലീവ് ചെയ്യുവാണ്. ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഒരു ഇത്തിരി വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുവാണ്. ഇന്നതാണ്, ഇന്നതുപോലെയാണ്, ഇങ്ങനെയുള്ള പരിപാടികളാണ്.
അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയും സ്വന്തമായിട്ടുള്ള അനുഭവത്തിന്റെ എക്സ്പീരിയൻസിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു എനർജി, പുതിയ ഒരു തുറവി, പുതിയ പരിപാടികൾ, പുതിയ കാര്യങ്ങൾ, പുതിയ എന്താ പറയാ എനർജി കാര്യങ്ങൾ, ഒരു ജീവിതത്തിന് ഒന്നേന്ന് തുടങ്ങുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നു. കാരണം ഒന്നേന്ന് തുടങ്ങുന്ന ഒന്നല്ലെങ്കിൽ ചില ആളുകൾ കരിയറിന്റെ കാര്യത്തിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും